ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഏഷ്യയിൽ തന്നെ ഏറ്റവും അധികം ഫാൻസ് ഉള്ള ഒരു ടീം കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ടീമിന്റെ സെലക്ഷൻ ട്രയൽസ് നടക്കുന്ന സ്കൂളിന്റെ ഗേറ്റ് CPM നേതാവും കുന്നത്തനാട് MLAയുമായ പ്രീവി ശ്രീനിജൻ പൂട്ടി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. സ്പോർട്സ് കൗൺസിലിന് വാടക നൽകിയില്ല എന്ന കാരണം പറഞ്ഞാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അണ്ടർ-17 സെലക്ഷൻ ട്രയൽസ് നടക്കേണ്ട കൊച്ചി പനമ്പള്ളി നഗറിലെ സ്കൂളിന്റെ ഗേറ്റ് MLA അടച്ചുപൂട്ടിയത്. ജില്ലാ സ്പോർട്സ് കൗൺസിലിന് കേരള ബ്ലാസ്റ്റേഴ്സ് ടീം നൽകാനുള്ള വാടക കുടിശ്ശിക ഇനത്തിൽ 8 ലക്ഷത്തിലേറെ രൂപ നൽകാനുണ്ടെന്ന് പറഞ്ഞാണ് MLA ഗേറ്റ് പൂട്ടിയത്. എറണാകുളം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കൂടിയായ MLA സ്കൂളിന്റെ ഗേറ്റ് പൂട്ടിയതോടെ സെലക്ഷനായെത്തിയ 100-ലധികം കുട്ടികളാണ് 1 മണിക്കൂറോളം ഗേറ്റിന് പുറത്ത് കാത്തു നിൽക്കേണ്ടി വന്നത്. ഇതോടെ പ്രതിഷേധവുമായി രക്ഷിതാക്കളും രംഗത്തെത്തി. സംഭവം വിവാദമായതോടെ ഗേറ്റ് പൊളിക്കാനാണ് കായിക മന്ത്രി V അബ്ദുറഹ്മാൻ നൽകിയ നിർദ്ദേശം. കായിക മന്ത്രി ഇടപെട്ടതോടെ കോർപ്പറേഷൻ കൗൺസിലർമാർ സ്ഥലത്തെത്തിയാണ് ഗേറ്റ് തുറന്നത്. കുട്ടികളെ പെരുവഴിയിലാക്കി കേരള ബ്ലാസ്റ്റേഴ്സ് അധികൃതരും ട്രയൽസിന്റെ സംഘാടകരും ഇതിനിടെ മുങ്ങിയതായും പറയപ്പെടുന്നു. അനുമതി തേടി ടീം കത്ത് നൽകാത്തതിലുള്ള ആശയക്കുഴപ്പം മാത്രമാണ് ഉണ്ടായതെന്ന് PV ശ്രീനിജൻ MLA പിന്നീട് സംഭവത്തിൽ പ്രതികരിച്ചു. രാത്രിയാകുമ്പോൾ ഗ്രൗണ്ടിന്റെ ഗേറ്റ് അടച്ചിടാറുണ്ടെന്നും MLA പറഞ്ഞു. നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിലാണ് പൂട്ടേണ്ടി വന്നത്. 8 മാസത്തെ മുഴുവൻ തുകയാണ് കുടിശ്ശികയുള്ളത്. ഇത് ചൂണ്ടിക്കാണിച്ച് പലതവണ കത്ത് നൽകിയതാണെന്നും PV ശ്രീനിജൻ MLA ന്യായീകരിച്ചു. അതേസമയം MLAയെ തള്ളി സ്പോർട്സ് കൗൺസിലിന്റെ സംസ്ഥാന പ്രസിഡന്റ് U ഷറഫ് അലി രംഗത്തെത്തി. കേരള സ്പോർട്സ് കൗൺസിലിന് ബ്ലാസ്റ്റേഴ്സ് യാതൊരു വാടക കുടിശ്ശികയും വരുത്തിയിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വാടക കൃത്യമായി തന്നെ നൽകിയിട്ടുണ്ടെന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീം മാനേജ്മെന്റിന്റെയും നിലപാട്. സംസ്ഥാന സ്പോർട്സ് കൗൺസിലുമായാണ് ബ്ലാസ്റ്റേഴ്സിന്റെ കരാറെന്നും അവർ ചൂണ്ടിക്കാട്ടി. സ്കൂൾ ഗ്രൗണ്ടിന്റെ വാടക കൃത്യമായി സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന് നൽകിയിട്ടുണ്ടെന്നും ബ്ലാസ്റ്റേഴ്സ് അധികൃതർ വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ എന്തടിസ്ഥാനത്തിലാണ് ഗേറ്റ് പൂട്ടിയതെന്ന് അറിയില്ലെന്നും അവർ വിശദീകരിച്ചു. കേരളത്തിന്റെ കായിക മോഹങ്ങളെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയാണ് സ്പോർട്സ് കൗൺസിൽ തുറന്നു വച്ചിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വന്തം മക്കളെ കായിക താരങ്ങളാക്കി തീർക്കാനുള്ള രക്ഷിതാക്കളുടെ ആഗ്രഹങ്ങൾക്കും തിരിച്ചടിയാകും. 100-ലധികം വിദ്യാർത്ഥികളെ എന്തിന്റെ പേരിലായാലും പൊരുവയിൽ നിർത്തിയത് ശ്രീനിജൻ MLAയുടെ ധാർഷ്ട്യമായി തന്നെ വിലയിരുത്തണം. അധികാരത്തിന്റെ ധാർഷ്ട്യം. ഇത് തന്നെയാണ് CPM എന്ന പ്രസ്ഥാനത്തെ ജനങ്ങളിൽ നിന്ന് അകറ്റുന്നതും. കഴിഞ്ഞ ദിവസം കൊങ്ങാട് MLA നടത്തിയ പിത്തലാട്ടവും ഈ അവസരത്തിൽ കാണേണ്ടതുണ്ട്. ജനപ്രതിനിധികൾ ജനവിരോധികളായി മാറുകയാണ് ഇവിടെ.